ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബൌട്ട് ഫിലിം. നമ്മൾ സംസാരിക്കാൻ പോകുന്ന അങ്കിൾ ബൺ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച്. 1991 ഭദ്രൻ്റെ സംവിധാനത്തിൽ വന്ന സിനിമയാണിത്. ഏത് ഭദ്രൻ? സ്ഫടികം, അതുപോലെ ഉടയോൻ, അങ്ങനെയുള്ള കുറച്ച് കിടിലം പടങ്ങൾ ചെയ്ത് വെച്ചൊരു ഡയറക്ടറുണ്ട് പുള്ളിക്കാരൻ്റെ. കൾട്ട് ക്ലാസിക്കായ സ്ഫടികത്തിന് മുമ്പ് 91 സിനിമയാണിട്ടത്. ഈ സിനിമ എടുക്കുന്ന സമയത്ത് ലാലേട്ടൻ്റെ ഏജ് വന്നിട്ട് ഏകദേശം 30-35 പ്രായം ഉണ്ടാവുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങേർക്ക് ഞാൻ പറയട്ടെ, ഈ ഒരു സിനിമയിലെ ആ ലുക്കും അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡും പെർഫെക്റ്റ് ആയിട്ട് അദ്ദേഹം ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ആ ഒരു കഥാപാത്രത്തിൻ്റെ രൂപവും അദ്ദേഹത്തിൻ്റെ നടത്തവും ഭാവങ്ങളും എല്ലാം അത്രയും പ്രോപ്പറായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ സിനിമയിൽ വരുന്ന മറ്റ് കഥാപാത്രങ്ങളാണെങ്കിലും അവരവരുടെ കഥാപാത്രങ്ങൾ വളരെ നീറ്റായി ചെയ്തിട്ടുണ്ട്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വലിയൊരു സ്റ്റോറി ലൈൻ എന്നൊന്നും പറയാനില്ലെങ്കിലും വളരെ രസകരമായിട്ടൊരു ഫാൻറ്റസി മോഡിൽ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ്. ഫാൻറ്റസി എന്നല്ല, ഒരു ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമ, കിഡ് ഫ്രണ്ട്ലി ഫിലിമായിട്ട്. പ്രത്യേകിച്ച് ഈ ഒരു സീൻ കാണുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചിട്ടുണ്ട് കേട്ടോ. 360 ഡിഗ്രിയിൽ ഇങ്ങനെ തല ഇറങ്ങുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. എൻ്റെ അമ്മേ ദൈവമേ, പേടിച്ച് മതിയിട്ടുണ്ട്. മൊത്തത്തിൽ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ അത്യാവശ്യം കോമഡിയും അത്യാവശ്യം സെൻറ്റിമെൻറ്റ്സും അതുപോലെ രസമുള്ള കുറേ പാട്ടുകളൊക്കെ ആയിട്ട് പോകണ ഒരു മനോഹരമായൊരു ഫാമിലി ഫ്രണ്ട്ലി ഫീൽ ഗുഡ് ഫിലിം എന്ന് പറയാം. കുട്ടിക്കാലം നമ്മൾ എൻജോയ് ചെയ്ത്. അങ്കിൾ ബക്ക് പറഞ്ഞ് ഹോളിവുഡ് സിനിമ ഉണ്ട് കേട്ടോ. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. പക്ഷേ ഭദ്രൻ സാറിൻ്റെ ഒരു കുറച്ച് ഫ്രെയിംസും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു സൗണ്ട് ഡിസൈനിങ്, ഭരതൻ സാറിൻ്റെ സിനിമകൾ ശ്രദ്ധിച്ചറിയാം, അതിലൊരു യുണീക്കായിട്ടുള്ളൊരു സൗണ്ട് ഡിസൈനിങ് ഉണ്ടാവും. പ്രത്യേകിച്ച് ആ ഒരു അറ്റ്മോസ്ഫിയർ പിടിക്കുന്നുണ്ടല്ലോ, ഒക്കെ നല്ല രസകരമായിരിക്കും കാണാൻ. അങ്ങനെയുള്ളൊരു പരിപാടിയാണ് ഈ സിനിമയിൽ. കാണാത്തവരെന്തായാലും കണ്ടു നോക്കുക. നല്ല HD ക്വാളിറ്റി ഫയൽ ശ്രീ മൂവീസിൻ്റെ ഫയൽ കിടക്കുന്നുണ്ട്. മാറ്റ്നി നൗലുണ്ട് പടം, ഒന്ന് കണ്ടു നോക്കുന്നുണ്ട്. കണ്ടവരാണ് നിങ്ങളുടെ അഭിപ്രായം കൺവേഴ്സിൽ പറയാം. അടുത്ത സിനിമ റിവ്യൂ ആയി വീണ്ടും കാണാം.